ഇനി പറ, ഇതൊരു പ്രൊഫഷണൽ ലെവലായിട്ടുണ്ടോ അതോ ജസ്റ്റ് ഒരു ഉടായിപ്പോ? ഹായ് ടീം, വെൽക്കം ബാക്ക് ടു മൈ വീലോഗ്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നൊരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബൈക്കിൻ്റെ ചെയിൻ അത് എങ്ങനെ ഒരു പ്രൊഫഷണൽ ലെവലിൽ ക്ലീൻ ചെയ്യാം, എങ്ങനെ പ്രൊഫഷണൽ ലെവലിൽ ലൂബ് ചെയ്യാന്നുള്ളത്. പ്രൊഫഷണൽ ലെവലിലെങ്കിലും അത്യാവശ്യം ഒരു നോർമൽ ലെവലിൽ നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ വീട്ടിലിരുന്ന് നമ്മളെങ്ങനെ ചെയിൻ ക്ലീൻ ചെയ്യാം, ഏതൊക്കെ ഭാഗത്ത് കൂടുതൽ ഡസ്റ്റ് ഉണ്ടാവും, നമുക്ക് എങ്ങനെ അത് ഒരു പ്രൊഫഷണൽ ലെവലിൽ ലൂബ് ചെയ്ത് നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ ലൂബ് എന്ന് പറഞ്ഞാൽ നോർമൽ ലൂബല്ല യൂസ് ചെയ്യുന്നത്, നമ്മുടെ ഗിയർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഗിയർ ഓയിൽ നമ്മൾ സാധാരണ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് പല തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. കാരണം ചിലപ്പോൾ അത് കൂടുതൽ ഒഴിച്ച് പോവും, ചിലത് എന്താ പറയുക, ലൈക്ക് നമ്മൾ ഒഴിച്ച് വെച്ചാലും രാവിലെ നോക്കുമ്പോൾ ഇങ്ങനെ ഇറ്ററ്റി വീണ് അങ്ങനെ നമ്മൾ ഒഴിച്ച സ്ഥലം, നമ്മുടെ കാർ പോർച്ച്, ഫോർ എക്സാമ്പിൾ നമ്മൾ കാർ പോർച്ച് അല്ലെങ്കിൽ വീട്ടിൽ അവിടെ വെച്ചാലും ആ ഭാഗത്ത് കുറച്ച് ഇങ്ങനെ ഉറുമ്പൊക്കെ വന്നിരിക്കുക ആ ഒരു ഗിയർ ഓയിലിൻ്റെ അടുത്ത്. അങ്ങനെ കുറേ പ്രശ്നം ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മളെങ്ങനെ വെച്ചാൽ നമ്മളിവിടെ പറയാൻ പോകുന്നത് എങ്ങനെ നമുക്കൊരു ഈ ബൈക്കിൻ്റെ ചെയിൻ ഓയിൽ പ്രോപ്പറായിട്ട് ഓയിൽ ചെയ്യാൻ പറ്റും, ബൈക്കിൻ്റെ ചെയിൻ എങ്ങനെ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും, ഇങ്ങനെ പ്രോപ്പറായിട്ട് ലൂബ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നമുക്കൊന്ന് ചെയ്യാൻ പോകുന്നത്. നമുക്ക് അതിൻ്റെ ഒരു സാമ്പിൾ കാണിക്കാം. ഇപ്പോൾ എൻ്റെ വണ്ടിയുടെ അവസ്ഥ എന്ന് കഴിഞ്ഞാൽ ഒരു 2 ആഴ്ചയായിട്ട് ലൂബ് ചെയ്തിട്ടില്ല, ക്ലീൻ ചെയ്തിട്ടില്ല. ക്ലീനിങ് ഒരു 4-5 ആഴ്ചയായിട്ട് ക്ലീനിങ് തന്നിട്ടില്ലെന്നുണ്ട് മാതിരിയാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ ഇത് കഴിക്കാൻ എന്തൊക്കെ തിങ്സ് യൂസ് ചെയ്യണം കാണാം. സോ നമ്മളിപ്പോൾ ഈ ഒരു ഐറ്റം നമുക്ക് ഓൺലൈനിൽ വാങ്ങാൻ കിട്ടും. ആമസോണിലായാലും അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് ഐറ്റംസ് ആയാലും ഈ ഒരു ചെയിൻ ക്ലീനിങ്ങിൻ്റെ ഒരു എക്യുപ്മെൻറ്റ്സ് ഇതിൻ്റെ ഒരു ഇത് കണ്ട നമുക്ക് യൂസ്ഫുൾ ആണ്. ഇത് വാങ്ങാൻ കിട്ടും. ഇതിന് മാക്സിമം ഞാൻ വാങ്ങിയത് 150 രൂപ സംതിങ് എത്ര നിന്നുണ്ട്. അപ്പോൾ ഒരു 150 റുപ്പീസിനാണ് നമ്മൾ ഈ പ്രൊഡക്റ്റ് വാങ്ങിയത്. പിന്നെ നമുക്ക് ആവശ്യം, ഇതിൻ്റെ പേര് എനിക്ക് എക്സാക്റ്റ് അറിയില്ല, 8mm ഒരു ഐറ്റാണ്, ടീ സ്പാൻഡർ അങ്ങനെ എന്തോന്നും പറയുന്നുണ്ട്. അപ്പോൾ 8mm ഈ ഒരു ഐറ്റം നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കിത് അഴിക്കാനായിട്ട് എളുപ്പമായിരിക്കും. പിന്നെ നമുക്ക് ആവശ്യം എന്ന് പറഞ്ഞാൽ കുറച്ച് ഡീസൽ, കാരണം ചെയിനിലുള്ള ഒരു അഴുക്ക് ക്ലീൻ ചെയ്യാനും നല്ലത് ഡീസൽ വേണം. പിന്നെ ഒരു 1 രൂപ ഷാമ്പു, കാരണം നമ്മളിത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഡീസൽ നമ്മൾ മൊത്തത്തിൽ ഡ്രൈൻ ചെയ്യണം. അതായത് നമ്മൾ കഴുകി കളഞ്ഞ് മൊത്തത്തിൽ ക്ലീൻ ആക്കിയതിന് ശേഷം മാത്രമാണ് നമുക്കിത് ഓയിൽ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ പിന്നെ നമുക്ക് ആവശ്യമുള്ള സംഭവമുണ്ട്, വളരെ എക്സ്പെൻസീവായ, നമ്മൾ കൂടുതൽ നോക്കിയാൽ ഞാൻ ഓൾറെഡി യൂസ് ചെയ്തതാണ്, ക്ലീൻ ചെയ്ത് വെച്ചിട്ടില്ല. അത് കാരണം കാണുമ്പോൾ നമുക്ക് എന്താ പറയുക, ഈ ഒരു ഐറ്റം കണ്ട ഈ ഐറ്റം നമ്മൾ സാധാരണ എന്താ പറയുക, നമ്മൾ ഈ തയ്യൽ മെഷീൻ ഐറ്റംസ് അല്ലെങ്കിൽ സാധാരണ മെഷീൻ പാർട്സിലൊക്കെ ഓയിലിങ്ങിന് യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണിത്. അത് നമുക്ക് ഇതിൽ ഡ്രോപ്സ് എന്താ പറയുക, കണ്ടില്ല, ഇങ്ങനെ ഡ്രോപ്പായിട്ട് വരാൻ പറ്റും. അപ്പോൾ കാരണം അധികം ഫ്ലോ വരില്ല. ഞാൻ മറ്റേ പമ്പ് യൂസ് ചെയ്യുന്നു, ഓയിൽ ചെയ്യുന്ന പമ്പ് വാങ്ങിയിട്ടായിരുന്നു, പക്ഷേ അതുകൊണ്ട് ഒരു പ്രോപ്പർ യൂസ് വരുന്നില്ല. കാരണം നമ്മൾ വിചാരിക്കണ കൂടുതൽ ഓയിൽ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത് യൂസ് ചെയ്യാം. പിന്നെ നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഐറ്റമാണ് പഴയ ഉപയോഗിച്ച് കഴിഞ്ഞൊരു ബ്രഷ്. ഇതിൻ്റെ യൂസ് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇവിടെ മൊത്തത്തിൽ എല്ലാ പാർട്സിലും ഇത് അപ്ലൈ ചെയ്ത് കാണിക്കില്ല, കാരണം നമ്മൾ കൂടുതൽ സമയം വീഡിയോ എടുക്കേണ്ടി വരും, കാണുന്നവർക്കും ബോറിംഗ് ആയിരിക്കും, ചെയ്യണേ എനിക്ക് ഭയങ്കര മടിയാണ്. അപ്പോൾ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു കുപ്പിയിൽ വന്ന് കുറച്ച് ഡീസൽ എടുക്കുക. ഡീസലിൻ്റെ ഒരു ഓട്ടിടുക, ഈ കുപ്പിക്ക് ഒരു ഓട്ടിടുക. എന്നിട്ട് നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ ഈ ഒരു ഭാഗം മാത്രം നമ്മൾ ചെയ്യുന്നുള്ളൂ, ചെറുതായിട്ട് ഒഴിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഐറ്റം നമ്മൾ എന്തുകൊണ്ടാണ് കൂടുതൽ വാങ്ങാൻ കാരണം വെച്ചാൽ, ഈ ഒരു ഐറ്റത്തിൽ നമുക്ക് എന്താ പറയുക, ഈ ഒരു പല്ലുകൾ ഭാഗം ഉണ്ടല്ലോ, ഈ പല്ലുകൾ ഭാഗം നമുക്ക് നല്ല രീതിയിലൊരു ഹെൽപ്ഫുൾ ആവുന്ന ഒരു ഐറ്റമാണ്. കണ്ടില്ലേ? ഒഴിച്ചതിന് ശേഷം പതുക്കെ പിന്നെ പറയാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇപ്പോൾ അനുഭവിച്ച് പറഞ്ഞതാണ്. ഈ വക ഐറ്റംസ് ക്ലീൻ ചെയ്യുമ്പോൾ ഒരു പ്ലെയിൻ ഗ്ലാസ് അല്ലെങ്കിൽ ഒരു കൂളിംഗ് ഗ്ലാസ് ഐറ്റംസ് എപ്പോഴും കരുതുക. കാരണം ഇത് ഈ ഉരയ്ക്കണ സമയത്ത് നമ്മുടെ കണ്ണിലേക്ക് ഈ ഡീസലിൽ വേണ്ടി മിക്സ് ചെയ്ത ഒരു ഓയിൽ തുള്ളികൾ വീഴാൻ ചാൻസ് ഉണ്ട്. ഇതൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ ഐറ്റംസ്, നമ്മുടെ ഐസ് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ടൈപ്പിൽ എന്തെങ്കിലും ഒരു ഐറ്റംസ് യൂസ് ചെയ്യാം. നമ്മളിപ്പോൾ ഈ ഇതിലേക്ക് ഇനി വാട്ടർ വെച്ചൊന്ന് വാഷ് ചെയ്യണം. കണ്ടില്ലേ? എന്തോരം ചെളി ഐറ്റംസാണ് ഇവിടെ കിടക്കണുള്ളത്. ഇപ്പോൾ നമ്മൾ വാട്ടർ ഒഴിച്ച് വാഷ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ചെളിയൊക്കെ ഇളകി നല്ലൊരു കുട്ടപ്പൻ ഒരു ഷോറൂം കണ്ടീഷൻ എന്ന് പറയാൻ പറ്റില്ല, കാരണം
എന്താ പറയുക, നല്ല രീതിയിൽ കുഴപ്പമില്ലാത്ത രീതിയിലുണ്ട്. ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മളൊരു ഷാമ്പു യൂസ് ചെയ്ത് ഈ ഒരു ഡീസലിൻ്റെ ഒരു പ്രസൻസ് നമ്മൾ കളയണം. കാരണം നമുക്കിത് ഓയിൽ ചെയ്യുമ്പോൾ ഡീസലിൻ്റെ പ്രസൻസ് നല്ലതല്ല. അപ്പോൾ നമ്മളിത് വാഷ് ചെയ്ത് ഇത് വെച്ച് വാഷ് ചെയ്യും, എന്നിട്ട് ഡ്രൈൻ ചെയ്യാം. ഒരു ബ്രഷ്, നമ്മുടെ പണ്ട് യൂസ് ചെയ്ത് കളയണ ബ്രഷ് അല്ലെങ്കിൽ പുതിയൊരു ബ്രഷ് വേണമെങ്കിൽ വാങ്ങാം. അതിലേക്ക് അത്യാവശ്യം പോയി കുറച്ച് ഷാമ്പു ഇട്ട് ഇങ്ങനെ പതപ്പിച്ച് സുന്ദര കുട്ടപ്പനാക്കാം. അപ്പോൾ നമുക്ക് അത്യാവശ്യം അത് ക്ലീനായ പോലെയാണ്. ഇനി നമ്മളെന്ന് ചെയ്യുക വെച്ചാൽ ഈ ക്ലീൻ ചെയ്ത ഈ ഷാമ്പു യൂസ് ചെയ്ത ഭാഗം ജസ്റ്റ് ലാസ്റ്റ് ഒരു വാട്ടർ വാഷ്, അത് കഴിഞ്ഞാൽ ഒരു ഇത് ക്ലോത്ത് യൂസ് ചെയ്ത് ഒന്ന് വൈപ്പ് ചെയ്യുക, എന്നിട്ടാണ് നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യേണ്ടത്. അതിന് മുമ്പ് ഒരു കാര്യം പറയാൻ മറന്നു. എന്താ സംഭവം വെച്ചാൽ നമ്മളിപ്പോൾ ചെയ്യാൻ മാത്രമേ ഇവിടെ ചെയ്തിട്ടുള്ളൂ. നമ്മുടെ ഏറ്റവും കൂടുതൽ ഡസ്റ്റ് ഉള്ള ഒരു പാർട്സ് ഉണ്ട്. ആ ഒരു പാർട്സാണ് ഈ പാർട്സ്. നമുക്ക് ഇത് അഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞ ടീ റോപ്പുള്ള സംഭവം കൊറ്റാൻ പറഞ്ഞത്. കാരണം 8 mm ഇവിടെ കറക്റ്റ് ഫിറ്റ് ആവുന്നതായിട്ടാണ്. നമുക്ക് ഈ 3 നെറ്റ് അഴിച്ചു കഴിഞ്ഞാൽ ഈ പാർട്സ് അഴിച്ചു കിട്ടും. ഇതിൻ്റെ ഉള്ളിലത്തെ മാക്സിമം എത്രത്തോളം ചെളി ഐറ്റംസ് ഉണ്ട് നമുക്ക് കാണിച്ചു തരാം. ഇതിൻ്റെ ഉള്ളിലത്തെ സംഭവം കാണിച്ചു തരാം. അവിടെയാ കണ്ടില്ലേ? നമ്മൾ ഇനി ഈ ഒരു പാർട്സിലുള്ള ഇതിൻ്റെ ചെളികൾ നമ്മൾ ഈ എക്യുപ്മെൻറ്റ് നമ്മൾ വാങ്ങിയില്ലേ, ഈ എക്യുപ്മെൻറ്റിൻ്റെ ഈ തലയുടെ ഉപയോഗം നമുക്ക് മനസ്സിലായി. ഇനി ഈ തലയുടെ ഉപയോഗം എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മളിവിടെ ഡീസൽ അധികം ഉപയോഗിക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. കാരണം പലരും പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ഭാഗത്തേക്ക് ഡീസൽ കൈ വെക്കുന്നത് നല്ലതല്ല. പിന്നെ പതുക്കെ നമ്മളിങ്ങനെ ഈ ഐറ്റംസൊക്കെ ഇളക്കിയെടുക്കില്ലേ, അതുപോലെ. പിന്നെ ഒരു കാര്യമുണ്ട്, ഇപ്പോൾ സപ്പോസ് ചിലവർക്ക് ഇത് ഫ്രഷ് ആയിട്ട് വാങ്ങുമ്പോൾ ഈ ഒരു ഐറ്റത്തിൻ്റെ വലിപ്പം കൂടുതലുള്ള കാരണം ഇവിടെ കയറില്ല. അപ്പോൾ എങ്ങനെ വെച്ചാൽ ഇതിൻ്റെ 4-5 നാരുകൾ കട്ട് ചെയ്ത് കളയുക, അല്ലെങ്കിൽ കുറച്ച് നാരുകൾ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ വലിപ്പം കുറഞ്ഞ് അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ എളുപ്പമായിരിക്കും. ഇനി ഇതിൻ്റെ ഒരു ക്ലീൻ ചെയ്തൊരു ഭാഗം കാണിച്ചിടാം. കുറച്ച് അവിടെ ഇവിടേക്ക് ഇരിക്കുന്നുണ്ട്, നമ്മളൊന്നും കൂടി ഒന്ന് ക്ലീൻ ചെയ്യുമ്പോൾ ശരിയാവും. ഇവിടെ വെള്ളം കൊണ്ടുവരുന്നതും എന്താ പറയുക, ക്ലീൻ ചെയ്യുന്നത് കുഴപ്പമില്ല. നമുക്ക് നോക്കിയേക്കാം. എന്തായാലും ഇത്തവണ നമുക്ക് ഡീസൽ ഇട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ ചെറുതായിട്ട് ഇളകി തന്നെയാണ് അവിടെ. ഇനി നമ്മൾ ഒഴിച്ചതിന് ശേഷം ഇതുപോലെ തന്നെ ഇതെപ്പോഴും ക്ലീൻ ചെയ്യുന്നില്ല. നമ്മുടെ ചെയിൻ നമുക്ക് ഒരു 500 കിലോമീറ്ററിൽ ക്ലീൻ ചെയ്യുന്ന ഒന്നായിരിക്കും. പക്ഷേ ഇത് എപ്പോഴും ചെയ്യണമെന്നില്ല. ഒരു മാസത്തിലൊരിക്കൽ ഇങ്ങനെ ചെയ്താൽ മതി. കാരണം അധികം ചെളി വാങ്ങി ഇരിക്കില്ല, ജസ്റ്റ് ഇങ്ങനെയാണ്. ഇത് ഒരു മാസത്തോളമായിട്ടാണ് എനിക്ക് ഇത്ര കുറച്ച് വന്നിട്ടുള്ളൂ. നമ്മൾ ഒരിക്കലും ശ്രദ്ധിക്കാണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ കൂടുതൽ വന്നടിക്കുക. ക്ലീൻ ചെയ്തു. അതൊക്കെ ഇനി വാഷ് ചെയ്യുമ്പോൾ കൂടും. അപ്പോൾ നമ്മൾ ഇവിടുത്തെ കഴിഞ്ഞ് ഇതൊന്ന് വെള്ളം ഒഴിച്ച് കളയണം. നമ്മളിങ്ങനെ ഈ ഒരു ഭാഗത്ത് നമ്മൾ അധികം ഫോഴ്സ് അടുപ്പിച്ചോ അടിക്കാൻ പാടില്ല. കാരണം അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു എൻജിൻ കണക്ഷൻ ഏരിയ വരുന്നില്ല. നമ്മൾ മാക്സിമം ഒരു ഡിസ്റ്റൻസ് ഇട്ട് അടിക്കുന്നത്. അധികം ജസ്റ്റ് ആ ഒരു ഓയിലിൻ്റെയും ഇതിൻ്റെ പ്രസൻസ് മാത്രമേ നമുക്ക് പോകുന്നുണ്ട്. വേറെ ഒരു പരിപാടിക്ക് നിൽക്കരുത് ഈ ഭാഗത്ത്. കാരണം അത്രയും ഒരു സെൻസിറ്റീവ് ഏരിയ എന്ന് തന്നെ പറയാം. മാക്സിമം നമ്മളൊരു ഇഷ്യൂ വരാത്ത രീതിയിൽ ഇല്ല ഈ ഇളകി വരുന്ന ഐറ്റംസ് കണ്ടില്ലേ, അത്ര ക്ലീൻ നീറ്റായിട്ടിരിക്കണം. നോക്കി ഇനി ഇതിൻ്റെ പ്രസൻസ് കളയാൻ വേണ്ടി നമ്മൾ ചെറുതായിട്ടൊന്ന് ഷാമ്പൂ ഇടുക, പിന്നെ ഒന്നുകൂടിയും ക്ലീൻ ചെയ്യുക. ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ഈ എഡ്ജ് ക്ലീൻ ചെയ്തെടുക്കുക. കാരണം ഓയിൽ ഗ്രീസ് ഐറ്റംസ് ഉണ്ടായതൊക്കെ പോവും. നമ്മൾ ഈ ഒരു പാർട്സ് ക്ലീൻ ചെയ്തെടുക്കുക. ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ മുമ്പ് യൂസ് ചെയ്ത ആ ഷാമ്പൂ ഐറ്റം ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്തെടുക്കുക. അതിനുശേഷം നേരത്തെ മുമ്പ് ചെയ്ത പോലെ ഇനി നമ്മളൊന്നും കൂടി ഏരിയ ഒന്ന് നമ്മുടെ ക്ലീനിങ് അങ്ങനെ അവസാനിച്ചു. ഇനി പറ, ഇതൊരു പ്രൊഫഷണൽ ലെവലായിട്ടുണ്ടോ അതോ
ജസ്റ്റ് ഒരു ഉടായിപ്പോൾ പറ്റാവുന്ന രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മളൊരു ഷോറൂമിൽ പോയിട്ടില്ലെങ്കിൽ ഷോപ്പിൽ പോയെങ്കിലും അവർ ഇത്രയും ചെയ്യണമെങ്കിൽ നമ്മൾ പറഞ്ഞ് ചെയ്യിക്കണം. അതും ഇത്രയും നേരം അവർ ക്ലീൻ ചെയ്യുന്നില്ല. സാധാരണ ക്ലീൻ ചെയ്യുന്നത് ക്ലീൻ ചെയ്യും, ഈ ഒരു ഏരിയ ക്ലീൻ ചെയ്യും, പിന്നെ ഇവിടേക്ക് അധികം കൈവയ്ക്കില്ല. പിന്നെ നമുക്ക് ഡീപ്പായിട്ട് നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഭാഗത്തൊക്കെ നമ്മൾ ഇതൊക്കെ അടിച്ച് മാറ്റാം, എന്താ പറയുക, നമ്മുടെ ഡീസലൊക്കെ അടിച്ച് ക്ലീൻ ചെയ്യാം. പക്ഷേ നമ്മളധികം സമയമില്ല, നേരെ ഇരുട്ടുകൊണ്ടിരിക്കണം. ഇനിയിപ്പോൾ ഈ ഒരു പാർട്സ് നമ്മൾ ഈ 3 നട്ട് ഇട്ടിട്ട് നമ്മളിത് ക്ലോസ് ചെയ്യും. അത് കഴിഞ്ഞാൽ നേരെ ഇനി ഓയിലിംഗ് എങ്ങനെ ചെയ്യാന്നുള്ളതിൻ്റെ ഒരു പരിപാടിയാണ്. സംഭവം സെറ്റായിട്ട് ഇപ്പോൾ അവിടുത്തെ പരിപാടി കഴിഞ്ഞു. ഇനി നമ്മുടെ ചെയ്യാൻ ഓയിലിംഗ് ആണ്. ഓക്കെ, നമ്മൾ ഈ ഭാഗത്ത് ഓൾറെഡി ക്ലീനിങ് കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ കഴിഞ്ഞ വെള്ളമുണ്ട്. അപ്പോൾ ഈ വെള്ളം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ക്ലോത്ത് യൂസ് ചെയ്ത് തുടയ്ക്കുക. ഞാനിപ്പോൾ ഇവിടെ മറ്റേ സ്റ്റാൻഡ് ഐറ്റംസ് ഒന്നും വാങ്ങിയിട്ടില്ല, അത് കാരണം ക്ലീനിങ് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നോർമലി പറ്റാവുന്ന രീതിയിൽ സ്റ്റാൻഡൊക്കെ വാങ്ങി ഫ്രീ വീലുള്ള രീതിയിൽ ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്ക് എളുപ്പമായിരിക്കും ചെയ്യാനായിട്ട്. വാട്ടർ വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വേണമെങ്കിൽ ജസ്റ്റ് ഒരു 1-2 റൗണ്ടൊക്കെ ഒന്ന് ഓടിയിട്ട് വന്നു കഴിഞ്ഞാൽ ഒന്ന് ചൂടാവും, ചെയ്യാൻ കുറച്ച് ചൂടാവും, വാട്ടറൊക്കെ നന്നായിട്ട് തെറിച്ച് പോവും. കഴിഞ്ഞു. ഞാനൊരു 2 മാസമായിട്ട് യൂസ് ചെയ്യണമെന്ന് പറയുന്നത് നമ്മുടെ മാക്കിൻ്റെ ഗിയർ ഓയിലാണ്. ഇതാണ് സംഭവം. ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ നല്ല ഊള ഓയിൽ എന്ന് പറഞ്ഞാൽ അത്രയും നല്ല ഊള ഓയിൽ. അതായത് നമ്മൾ ചെയിന് ലൂബ്രിക്കൻ്റ് എടുത്ത് ഉപയോഗിക്കുന്നത് അത്ര നല്ലതല്ല. വേറൊരു ബ്രാൻഡിന് ഞാൻ ട്രൈ ചെയ്യണം, കാരണം എന്തായാലും വാങ്ങി വെച്ചേക്കാൽ ഇത് കഴിയട്ടെ വെച്ചിട്ടാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇത് ചെയ്യണ കാരണം കുഴപ്പമില്ല, അധികം നിൽക്കില്ല. മാക്സിമം ഒരു 150-200 കിലോമീറ്റർ അപ്പോഴേക്കും ചെയിൻ ഡ്രൈ ആവും. അത് നമ്മുടെ ഒരു ക്ലൈമറ്റ് ബേസ്ഡ് ആയിരിക്കാം, കാരണം മഴ ഇടയ്ക്ക് പെയ്യും അങ്ങനെ. പക്ഷെ എന്തായാലും പോരാ, ഒരു ക്വാളിറ്റി വൈസ് നമുക്കിത് പോരാ തന്നെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ഈ ഗ്രേഡ്, ഈ 90 ഉണ്ടല്ലേ, ഈ ലാസ്റ്റിൽ 90 ഗ്രേഡ് ഐറ്റംസ്, അതിൻ്റെ ഒരു ഗ്രേഡാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഇതിന് കൂടിയ ഗ്രേഡിൽ കുറച്ചും കൂടിയും സ്റ്റിക്ക് ആയിട്ടിരിക്കുന്നതാണ് ആൾക്കാർ പറയുന്നത്. കുറച്ച് പേര് വാങ്ങിയൊരു ഉപയോഗിച്ചിട്ട് പറയുന്നുണ്ട്. എനിക്ക് എക്സാക്റ്റ് അറിയില്ല, കാരണം വേറെ വാങ്ങി നോക്കിയിട്ടില്ല നമ്മൾ. എന്നാലും ഇത് അപ്ലൈ ചെയ്ത് കാണിക്കാം. അതിന് മുമ്പ് ഈ ഒരു ഐറ്റവും ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഓയിൽ വരണ കാണിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഞെക്കും വല്ലാണ്ട് ഓയിൽ തെറിക്കും. ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ചെയ്യലടിക്കുകയെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു എക്യുപ്മെൻറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ അടിക്കുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിന് കൂടുതൽ ഓയിൽ ചിലപ്പോൾ പോവും. നമ്മൾ ജസ്റ്റ് എല്ലാവർക്കും നമുക്ക് അടിക്കാൻ പറ്റാണ്ട ഈ ഒരു ഇറ്റിട്ടടി വീണാണ്ടില്ലേ, ഇതിങ്ങനെ വീണാൽ ഇപ്പോൾ വീണില്ലെങ്കിലും നമ്മൾ വെക്കുന്തോറും ഇതിൻ്റെ ഈ ഓയിൽ ഇങ്ങനെ വീണ് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മളൊരു സൊല്യൂഷനായിട്ടാണ് ഞാൻ പിന്നെ എന്ത് ചെയ്തു, ഈ ഒരു ചെറിയ പാർട്സ് വാങ്ങി. കാരണം നമുക്ക് കുറച്ചും കൂടിയും ഒരു നാരോ ആയിട്ട് നമുക്കൊരു ഹോൾ കിട്ടും, കുറച്ചും കൂടി നമുക്ക് കൺട്രോൾ ചെയ്ത് ഒഴിക്കാൻ വെച്ചിട്ടാണ് ഇത് വാങ്ങിയത്. പക്ഷേ ഇത് ഒഴിക്കുമ്പോൾ പ്രശ്നം വെച്ചാൽ ഞാനിങ്ങനെ ഓരോ നോസിലായിട്ട് ഇങ്ങനെ പോകൊണ്ടിരിക്കും. അതും വിചാരിച്ച പോലെ വരില്ല. എന്താ പറയുക, നമുക്ക് ജസ്റ്റ് നിൽക്കില്ല, കാരണം ഇതിൽ സ്റ്റിക്ക് ചെയ്ത് നിൽക്കുന്നതിനൊരു പരിധിയൊക്കെ ഉണ്ട് ഈ ഓയിലിന്. അപ്പോൾ കുറച്ച് കൂടുതൽ സ്റ്റിക്ക് ആയിട്ടുള്ള ഒരു ഓയിൽ യൂസ് ചെയ്യുന്നതാണ് നമുക്ക് നല്ലത് എപ്പോഴും ചെയ്യുന്നത്. അപ്പോൾ എന്ത് ഈ ഇങ്ങനെ വരുന്നത് കാരണം ഞാൻ അടുത്ത് കണ്ടുപിടിച്ചൊരു സൊല്യൂഷനാണ് നമ്മുടെ ഈ സംഭവം. ഇതെങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ഓയിൽ ഒഴിക്കുക, സാധാരണ നമ്മൾ രാവിലെ ബ്രഷ് ചെയ്യുന്ന പോലെ ഓയിൽ ഒഴിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചക്കനെ അങ്ങോട്ട് തേപ്പിച്ച് കൊടുക്കുക. ഇതിങ്ങനെ എല്ലാ സൈഡിലും ഒഴിച്ച് കഴിഞ്ഞാൽ ഓയിലും ലാഭിക്കാം, എല്ലാ ഭാഗത്തും എത്തുകയും ചെയ്യും. ഇത് കുഴപ്പമില്ലാണ്ട് നിൽക്കുകയും ചെയ്യും, അധികം ഈ ഒലിച്ചിറങ്ങലില്ല. ഇതിങ്ങനെ എല്ലാ ഭാഗത്തേക്കും കൊടുത്തു കഴിഞ്ഞാൽ സുന്ദര കുട്ടപ്പനായിട്ട് നടക്കും. അത് സാധാരണ നമ്മൾ രാവിലെ എന്നും പല്ല് വെക്കണ പോലെ ജസ്റ്റ് നമ്മുടെ, ഇപ്പം ഞാൻ ഇതിനെ ഹൾക്കിനോർ എന്ന് വിളിക്കണം, നമ്മുടെ ഈ ഡോമിനറിനെ എൻ്റെ ഹൾക്കിനോറാണ്. ചെക്കണം ദിവസം രാവിലെ അല്ലെ ഒരു ആഴ്ചയിൽ 1-2 ദിവസം ഇങ്ങനെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പൊലിക്കുട്ടിയായിട്ട് പൊക്കോളും. പിന്നെ മാക്സിമം ഈ ചെയിൻ സ്ലാക്ക് ഒഴിവാക്കാൻ നോക്കുക, കാരണം ഈ ചെയിൻ സ്ലാക്ക് കൂടുമ്പോൾ നമ്മുടെ ഗിയർ ഷിഫ്റ്റിങ്ങിനും ഒരു പ്രോബ്ലം വരും. അത് മാത്രമല്ല ഇവിടെ കിടന്ന് ഈ ഒരു അടിയും വരും, കണ്ടോ ഇവിടെയുള്ള ഭാഗത്ത് ഇതിൻ്റെ കുറവാണ്, അപ്പോൾ അതിൻ്റെ അടി വരും. അപ്പോൾ മാക്സിമം ഇങ്ങനെ നോക്കുക. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്ക് അധികം ഒരു ദിവസം സാധാരണ ഒരു ഷോറൂമിൽ പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ എൻ്റെ ഷോറൂമിൽ പോകുമ്പോൾ എനിക്കൊരു 250 rupees ചെയിൻ ക്ലീൻ ചെയ്യാനും, ചെയിൻ ക്ലീൻ ചെയ്യാനും പിന്നെ ലൂബ് ചെയ്യാനും വേണ്ടിയിട്ട് വാങ്ങാറുണ്ട്. ഈ ക്ലീനിങ്ങിൽ നമ്മുടെ ഇവിടെ പറഞ്ഞാണ് ഈ ക്ലീനിങ് നടക്കാറില്ല. ജസ്റ്റ് ഈ ചെയിൻ മാത്രമാണ് നമുക്ക് ക്ലീൻ ചെയ്ത് വരാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ക്ലീനിങ് നമുക്ക് നടത്താൻ പറ്റും.
പിന്നെ നമ്മൾ വിചാരിച്ച പോലെ ലൂബ് ചെയ്യാൻ പറ്റും, പ്രോപ്പറാണ്, കുഴപ്പമില്ല. എല്ലാം കൊണ്ട് നമുക്കൊരു നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ഇതുപോലെ ബ്രഷിങ് പോലെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ക്വാളിറ്റി ബ്രാൻഡഡ് ഐറ്റംസിൻ്റെ ഓയിൽ വാങ്ങുകയാണെങ്കിൽ നമുക്ക് അധികം നല്ല നിൽക്കും. കാരണം നമ്മൾ അധികം വേസ്റ്റ് ആവണില്ല. കാരണം ഇവിടെ നോക്ക്, ഇവിടെ കണ്ടില്ലേ ഈ വേസ്റ്റ് ആയത്, ഇതുപോലെ നമുക്ക് അധികം വേസ്റ്റ് ആവില്ല. അതുകൊണ്ട് മാക്സിമം ഈ ബ്രഷിങ് ടൈപ്പ് രീതി നോക്കൂ. ഇതാണ് ഞാൻ പറഞ്ഞ പ്രൊഫഷണൽ ലെവൽ. ഇപ്പോൾ ഈ പ്രൊഫഷണൽ ലെവൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യാം, പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, കമൻറ്റ്സ് ചെയ്യാം, നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം പറയാം. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ, ഇപ്പോൾ ഞാൻ ചെയ്തില്ല എന്തെങ്കിലും തെറ്റായിട്ടുണ്ടെങ്കിൽ, ഞാൻ ചെയ്തിരുന്നപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് പിന്നെ മറ്റുള്ള കിട്ടുന്ന അറിവ് ബേസിലാണ് ചെയ്തത്. ഇപ്പോൾ ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും ഒരു തെറ്റ് നിങ്ങൾക്ക് കാണുകയാണ്, എന്തെങ്കിലും ഒരു സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. നിങ്ങളുടെ ഫ്രണ്ട്സിന്, കൂടുതൽ വണ്ടി ഉപയോഗിക്കുന്ന ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം. അവർക്കും ഇപ്പോൾ ഈ ഡോമിനർ ഓണേഴ്സ് മാത്രമല്ല ബാക്കിയുള്ളവർക്കും ഈ ഒരു ഹെൽപ്പിംഗ് ഒരു ടിപ്പായിരിക്കും വിചാരിക്കുന്നു. ഓക്കെ, പിന്നെന്താ പറയുക, അടുത്ത വീഡിയോയിൽ കാണാം.